dice are thrown. ഇവിടെ 4 ഇട്ടിട്ടില്ല. 4 dice are thrown 162 times. ഓക്കെ, ഇവിടെ n ആണ് 4. എത്ര എണ്ണം എടുത്തിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? n ആണ് 4. ഇവിടെ വേറൊരു 4ഉം കൂടെ തന്നിട്ടുണ്ട്. സോറി, വേറൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം ടോസ് ചെയ്ത് എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത്രയും നമ്മൾ നേരത്തെ ചെയ്ത കണക്കെടുക്ക്. 4 coins are tossed simultaneously എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. ബട്ട് ഹിയർ 4 coins 162 പ്രാവശ്യം ഇങ്ങനെ ടോസ് ചെയ്ത് പോലും. നോക്കാം. ഒക്കറൻസ് ഓഫ് 2 or 3 ഈസ് കൺസിഡേർഡ് ആസ് സക്സസ്. അപ്പോൾ 2, 3 ആണ് സക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ ഹൗ മെനി ത്രോസ് ഡു യു എക്സ്പെക്ട് എക്സാക്ട്ലി 2 സക്സസ്? അറ്റ്ലീസ്റ്റ് 1 സക്സസ്. ഓക്കെ, ആരാണ്ടോ ഇവിടെ ഇമ്പോർട്ടൻറ്റ് മാർക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല, ബിക്കോസ് ഇങ്ങനെയുള്ള മോഡലായിരിക്കും ചോദിക്കാമെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഇങ്ങനെ അറ്റ്മോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇത് കിട്ടി. 162 എന്ന് തന്നിട്ടുണ്ട്. എന്താ സാധനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് അടങ്ങിനെ എഴുതി. ഇവിടെ 2ഉം 3ഉം കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി നമുക്കറിയണം, ബിക്കോസ് ഇതാണ് നമ്മുടെ ഇവൻ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി P അറിയണം നമുക്ക്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 or 3 ഒരു ഡൈസിൽ ത്രോ ചെയ്താൽ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2 അല്ലേ? അല്ല, ഒരു നമ്മൾ എണിയും പാമ്പിൻ്റെ സാധനം എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 അല്ലേ? മൊത്തം 6 എണ്ണം ഉണ്ട് ആ ഡൈസിൻ്റെ മേലെ. 2 എന്ന് പറയുന്നത് 1 ചാൻസ് ആണ്. സോ 1. 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3 കിട്ടാനുള്ള ഓർ എന്നാണ് പറയുന്നത്. 3 ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്ലസ് ആയി യൂസ് ചെയ്യാം. 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? അതും 1/6. സോ യുവർ ആൻസർ ഇസ് 2/6. അപ്പോൾ P എന്ന് പറയുന്നത് 2/6 ആയിരിക്കും. അതിനെ ചുരുക്കി കഴിഞ്ഞാൽ 1/3 കിട്ടും. ദാറ്റ് ഈസ് 1/3. ഓക്കെ, ആദ്യത്തെ സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിൽ 1ൻ്റെത് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഇനി Q എന്ന് പറയുന്നത് 1 - 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. Pയും കിട്ടി, Qവും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എക്സാക്ട്ലി 2 സക്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാക്ട്ലി 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സക്സസ് നമ്മൾ ഓൾറെഡി സക്സസ്സിന് ഇവിടെ എല്ലാം എഴുതി പ്രോബബിലിറ്റി ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? x 2 ആണ്. സോ 4 n എടുക്കുക, c എടുക്കുക, 1/3 c. ആസ് യൂഷ്വൽ നമ്മളിവിടെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത് അറ്റ്ലീസ്റ്റ് 1 സക്സസ് എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 സക്സസ്. 1 സക്സസ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ്. ഇപ്പം അറ്റ്ലീസ്റ്റ് 1 ആണ്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ഇത് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ സക്സസ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് നോ സക്സസ് ചെയ്യും. സക്സസ്സിന് 2 സിയും 2 എസും ഉണ്ട്. ഓക്കെ, സി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ സക്സസ്. നോ സക്സസ് എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 0. ബാക്കി എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ 1 മൈനസ് 4c 0. എക്സിൻ്റെ അടുത്ത് 0 ആവുന്നേ ഉള്ളൂ. 1/3 0, 2/3 മൈനസ് 4 മൈനസ് 0. ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16/81 കിട്ടും. അപ്പോൾ ആൻസറും കിട്ടി. അപ്പോൾ ഇതും നമ്മൾ ചെയ്തു. ഇനി ഈ 162 എന്തിനാണ് തന്നതെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി ത്രോസ് ഡു യു എക്സ്പെക്റ്റ് എക്സാക്ട്ലി 1 എന്നാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജോ പ്രോബബിലിറ്റിയോ ഒന്നുമല്ല. പ്രോബബിലിറ്റിയാണ് ചോദിച്ചെങ്കിൽ ആൻസർ നമ്മളത് ഇവിടെ സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ സ്റ്റോപ്പ് ആവും. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ത്രോസ് ഡു യു എക്സ്പെക്റ്റ്, എത്ര പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക എന്നാണ് ചോദിച്ചത്? എക്സാക്ട്ലി 2 സക്സസ് കിട്ടുക, അല്ലാണ്ട് പ്രോബബിലിറ്റി അല്ല ചോദിച്ചത്. പ്രോബബിലിറ്റിയാണ് ചോദിച്ചെങ്കിലാണ് ഇതാണ് ആൻസർ. ഇനി അങ്ങനത്തെ സമയത്ത് ഇവിടെ 162 ടൈംസ് തന്നിട്ടുണ്ട്. നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. സി അഗെയിൻ ഹിയർ ഓൾസോ ഇൻറ്റു ചെയ്യാം. ഓക്കെ, നോക്കിയാൽ മതി, ചെയ്യാം. അടുത്തത് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു 4. അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ NP ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഇവിടെ തിയറി പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാ മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് NP. അവിടെ എഴുതി വെച്ചത് ഇതാ
ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്നും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, പിയും അറിയാം, NP ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് N × P × Q. സോ ആ ബേസിലൊരു പ്രോബ്ലം അവിടെ തന്നത്. വാരിയൻസ് 12/9. വാരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ NPQ അല്ലേ. അപ്പോൾ വാരിയൻസ് എന്ന് പറയുമ്പോൾ ഈ റൂട്ട് അങ്ങ് എടുത്താളിനാൽ മതി, NPQ ആയിരിക്കും വാരിയൻസ്. സോ ഈ 3 ഇക്വേഷനും പഠിക്കുക. മീൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ, വാരിയൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ വാരിയൻസും തന്നിന് മീനും തന്നിന് നിങ്ങളോട് എല്ലാ ടേംസും എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അതായത് പറയാം, എല്ലാ ടേംസും എഴുതാനാണ് പറയുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. മീന് തന്നിന് NP = 4 ആൻഡ് വാരിയൻസ് തന്നിട്ടുണ്ട് ഇത് രണ്ടും ഗിവൺ ആണ്. നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. സോ ലെറ്റ്സ് സി നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ NPയും NPQയും തന്നിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ ചെയ്യുക, NPQനെ NPനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ശ്രദ്ധിച്ചോളാം, NPQ / NP എന്ന് എഴുതാം. = NPQ എന്ന് പറഞ്ഞാൽ 12/9 ആണ്. ഇവിടെ ഞാൻ ഈ സൈൻ ഉപയോഗിക്കുകയാണ്, /4. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ /by മാറ്റിയിട്ട് ഇൻറ്റു ആക്കും. ഇൻറ്റു ആക്കുമ്പോൾ ഇപ്പുറത്തുള്ളതിൻ്റെ നമ്പർ റെസിപ്രോക്കലാവും. ഇതെല്ലാം നമ്മളെ ഏതോ ഒരു ക്ലാസ്സിൽ ഏതോ ഒരു മാത്സ് ടീച്ചർ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? 12/9 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ, ഇത് 4/1 ആണ്, അപ്പോൾ 1/4 ആവും. ക്ലിയർ? ഇനി ഇവിടെ ഈ NPയും NPയും കട്ടാവും. സോ ഇവിടെ ബാക്കി ആരാ? Q. Q = ഇതും പോവും. ഇവിടെ 3 കിട്ടും. Q = 3/9, ദാറ്റ് ഈസ് = 1/3. സോ നമുക്ക് Q കിട്ടി. ഓക്കെ, Q 1/3 ആണെങ്കിൽ Q = 1 - P എന്നാണ് അല്ലേ. അപ്പോൾ 1/3 = 1 - P. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2/3 കിട്ടും. സോൾവ് ചെയ്ത് കാണിക്കണ്ടല്ലോ ഇത്. ഓക്കെ, ഇതെങ്ങനെ 2/3 കിട്ടിയെന്നറിയില്ല. ഇവിടെ നോക്കണേ. 1/3 = 1 - P. സോ ഇതിങ്ങോട്ട് വരും. അപ്പോൾ 1/3 പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആവും, -P ആവും. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1/3 - 3 = P കിട്ടും. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഇതിന് ഒറ്റ ഇതാവും. 1 - 3 എന്ന് പറഞ്ഞാൽ -2/3 = -P. അപ്പോൾ P = ഈ 2 മൈനസ് അങ്ങോട്ട് പോകും, 2/3. സോ 2/3 Pയും കിട്ടി, Qയും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ട? N കണ്ടുപിടിക്കണം. NP = 4. P എന്ന് പറഞ്ഞാൽ 2/3 ആണ്, നമുക്കിപ്പോൾ കിട്ടി 4. അപ്പോൾ N എത്രയാ? N = 4 ഇൻറ്റു ഇത് തിരിച്ചിവിടെ പോകുമ്പോൾ നേരെ തിരിച്ചിടുക, ദാറ്റ് ഈസ് 6. ഇത് രണ്ടും പോവും. അപ്പോൾ N 6 കിട്ടി. ഇനി എന്തും കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. സോ ഇക്വേഷനിൽ നമുക്ക് N കിട്ടി 6, X പറയാം, P കിട്ടി 2/3, Q കിട്ടി 1/3. നമുക്ക് വേറെ ഒന്നും വേണ്ട, X ആണ്. X എന്ന് പറഞ്ഞാൽ മാക്സിമം X എത്ര വരെ പോവാം? 6 വരെ. അപ്പോൾ X 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. കണ്ടല്ലോ, ഓരോന്നിട്ടിട്ട് കണ്ടുപിടിക്കുക. അതായത് പ്രോബബിലിറ്റി ഓഫ് X = 0 അങ്ങനെ മുഴുവനായിട്ട് ഇവിടെ കണ്ടുപിടിച്ച് പോയാൽ മാക്സിമം എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ആ ടേംസ് കിട്ടും. എക്സാമിന് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പഠിപ്പിച്ച് തന്ന അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ട, ബ്രിങ് ഔട്ട് ദ ഫെലസി എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നാണ് അർത്ഥം. ഇതിലുള്ള തെറ്റ് കണ്ടുപിടിക്കുന്ന പറയുന്നത്. ദ മീൻ ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 5 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8. അപ്പം NP 5ഉം റൂട്ട് ഓഫ് NPQ 3 ആണ്. നിങ്ങളോട് ഇതിലെന്താ തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആസ് യൂഷ്വൽ ഇത് സോൾവ് ചെയ്യുക. ഇവിടെ റൂട്ടിന് അങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ ഇത് നോക്കോളാം, ശ്രദ്ധിക്കണേ. റൂട്ട് NPQ = 3 ആണ്. അപ്പോൾ റൂട്ടിനെ ഒഴിവാക്കുമ്പം അടുത്ത നമ്പറിനെ സ്ക്വയർ ചെയ്താൽ മതി. 3നെ സ്ക്വയർ ചെയ്യുക 9 ആയിരിക്കും. ഈ റൂട്ടിനെ ഒഴിവാക്കുമ്പോൾ ഇപ്പുറത്തെ നമ്പറിനെ സ്ക്വയർ ചെയ്താൽ മതി. ഇറ്റ് ഈസ് = 9. അതെന്താ അങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കല്ലേ, ഇതെല്ലാം പണ്ട് പഠിച്ചില്ല.
സോ ഇങ്ങനെയാണ് റൂട്ടിനെ ഒഴിവാക്കുക. സോ അഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത് NP ഇവിടെ തന്നിട്ടുണ്ട് 5. നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. NPQ ഡിവൈഡഡ് ബൈ NP ഇസ് ഈക്വൽ ടു 9/5. ഇവിടെ NPയും പോയി. Q ഈസ് ഈക്വൽ ടു 9/5. 9/5നെ നിങ്ങൾ ചെറുതാക്കി നോക്കിയാൽ നിങ്ങൾക്ക് 1.2 കിട്ടും. Qയും Pയും കൂടെ പ്ലസ് ചെയ്താൽ മാക്സിമം എത്രയാണ് കിട്ടേണ്ടത്? 1. Qൻ്റെ വാല്യൂ എത്രയാണ്? 1ൽ കൂടുതൽ. സോ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്നറിയാലോ. അതിൽ നിന്നല്ലേ നമ്മൾ 1 - PQ ആകും. സോ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഇത് എത്ര കിട്ടുന്നുണ്ട്? പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എത്ര കിട്ടുന്നുണ്ട്? കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. ഫൈൻഡ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 3 ആൻഡ് വാരിയൻസ് 2. സെയിം ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇതും തന്നെ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് Q കിട്ടും. Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് P കിട്ടും. P കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് N കിട്ടും. ഇവിടെ ചെയ്ത പോലെ തന്നെ N കിട്ടും. N 3 ആണ്. സോറി, N 9 ആണ്. അപ്പോൾ N 9 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എക്സ് ഇത്രയും റേഞ്ചസിൽ പോവാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഫൈൻഡ് ദ ബൈനറി വിത്ത് N ഇസ് ഈക്വൽ ടു തേർഡ് ടേം ഇസ് 9 ആൻഡ് ഫൈൻഡ് P. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. ഇതും ചെയ്യാം. ഇവിടെ ഒരു പ്രോബ്ലവും വിട്ടിട്ടുണ്ട്, അതും ചെയ്യാം. അതൊന്നും ചോദിക്കൂല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ മടിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടെണ്ണം ഞാൻ ചെയ്യുന്നില്ല. കോളേജിൽ നിന്ന് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബട്ട് എനിക്കത് വരുമെന്നൊരു തോന്നലില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ കാണുമോ ഇല്ലയോ എന്നും എനിക്കറിയുന്നില്ല. സോ സ്കിപ്പിങ് വേണ്ട ആൾക്കാർ കോണ്ടാക്ട് മീ. ഇത് രണ്ട് കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇനി നമുക്ക് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ നേരിട്ട് അങ്ങ് ചെയ്യുവാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. 8 coins ടോസ് ടുഗെദർ 256 ടൈം. 8 കോയിന് 256 പ്രാവശ്യം ടോസ് ചെയ്തു. ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ഹെഡ്സ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അതിൻ്റെ മീനും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയുന്ന ഇക്വേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കറിയുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇതാണ്. സോ N ഇവിടെ 8 ആണ്. C അങ്ങനെ തന്നെ ഇടുക. എക്സ് നമുക്ക് അറിഞ്ഞുകൂടാ. എക്സിൻ്റെ റേഞ്ച് നമുക്കറിയില്ല. ദെൻ P എന്ന് പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് 1/2. Q എന്ന് പറഞ്ഞാൽ 1 - 1/2 1/2. സോ ഇതും കിട്ടി, N കിട്ടി. എക്സ് അറിഞ്ഞൂടാ. ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഇനി ആ ഇക്വേഷൻ ഇവിടെ ഇങ്ങനെ എഴുതുക. 1/2x. എക്സ് നമുക്കറിയില്ല. എക്സ് അവിടെ വെച്ചിട്ട് ബാക്കി എഴുതാൻ ട്രൈ ചെയ്യുക. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു N. N എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - x. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ് ചോദിച്ചത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. സോ വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ എക്സിന് വാല്യൂസ് അങ്ങോട്ട് അസൈൻ ചെയ്യുക. എക്സിന് 0 മുതൽ 8 വരെ. നമ്മളിവിടെ എത്ര കോയിൻസ് ആണ് ടോസ് ചെയ്തത്? 8 കോയിൻ. അപ്പോൾ നമ്മൾ എക്സിന് 0 മുതൽ 8 വരെയുള്ള വാല്യൂസ് കൊടുക്കുക. 0 മുതൽ 8 വരെയുള്ള വാല്യൂസ്. ഇത് എന്താ അർത്ഥം? 0 ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി, 1 ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി, 2 ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. സോ 8 ആണ് നമുക്ക് 8 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. എന്നിട്ട് അത് നമ്മൾ ഇത് എക്സ് ആകുമ്പോൾ ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0. എക്സിൻ്റെ പൊസിഷനിൽ അതത് നമ്പേഴ്സ് ഇടുക. 1 ആണെങ്കിൽ എക്സിൻ്റെ പൊസിഷനിലെല്ലാം 1 കൊടുക്കുക. 2 ആണെങ്കിൽ എക്സിൻ്റെ പൊസിഷൻസിലെല്ലാം 2 കൊടുക്കുക. അങ്ങനെ നമുക്കിവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും, അതായത് പ്രോബബിലിറ്റി കിട്ടും. ആ പ്രോബബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 256 ചെയ്താൽ യു വിൽ ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/256 ആ കിട്ടുക. അതാണ് പ്രോബബിലിറ്റി. ബട്ട് വാട്ട് വി വാണ്ട് ടു നോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. സോ പ്രോബബിലിറ്റീനെ എത്ര ടൈമാണ് ടോസ് ചെയ്തത് അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ യു വിൽ ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഒരു തവണ ചെയ്ത് നോക്കുക, നമുക്കറിയുന്നതാണ്. ഇതുവരെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിന് എന്ത് ചെയ്താൽ മതി? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചോദിച്ചാൽ പ്രോബബിലിറ്റീനെ എന്ത് ചെയ്താൽ മതി? 256 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് എക്സ് 0 ആകുമ്പോൾ, x1 ആകുമ്പോൾ, x2 ആകുമ്പോൾ, x3 ആകുമ്പോൾ, സോ അപ് ടു 8. 8 എവിടെ നിന്ന് കിട്ടി? ഇവിടെ നമ്മളെ n മാക്സിമം n എത്രയാണ്? 8 വരെയാണ് പോകേണ്ടത്. അപ്പോൾ 0 to 8. ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കണം. മീനിൻ്റെ ഇക്വേഷൻ NP ആണ്. n എത്രയാണ്? 8. P എത്രയാണ്? 1/8.
പി എത്ര 1/2. സോ n is 8. അപ്പോൾ 8 × 1/2 ആയിരിക്കും മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് എൻ പി ക്യു. എന്നും അറിയാം, പിയും അറിയാം, ക്യൂവും അറിയാം. ഇൻറ്റു ചെയ്യുക, റൂട്ട് കാണുക, യു വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നൗ നെക്സ്റ്റ് പ്രോബ്ലം ആണിത്. നെക്സ്റ്റ് പ്രോബ്ലത്തിലും ചോദിച്ചിരിക്കുന്നത് ഫിറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. നേരത്തെ നമ്മളോട് സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. സോ അത് നമ്മൾ ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യും. അതേ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഇതിൽ നമുക്ക് എൻ മീൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കാണാം. എൻ പി എല്ലാം പി നമുക്ക് ഇവിടെ അറിയായിരുന്നു. ബിക്കോസ് ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അതിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണ്. ഈ കേസിൽ നമുക്ക് പിയും ക്യൂവും ഒന്നും അറിയില്ല. ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഫോളോയിങ് ഡാറ്റ ഷോ ദ നമ്പർ ഓഫ് സീഡ് ജെർമിനേറ്റിംഗ് ഔട്ട് ഓഫ് 5. 5 LB ഡാം ഫിൽട്ടർ ഫോർ 80 സെറ്റ് ഓഫ് സീഡ്സ്. ഇവിടെ 5 ഫിൽട്ടർ എന്തോ ഒരു സംഭവം വെച്ചിട്ട് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോ ഇവിടെ 8 കോയിൻസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ N കേട്ടോ, 5. ഫോർ 80 സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 8 കോയിൻസ് ടോസ് 256 എന്നില്ലേ, ആ 256 ആയത്. അതായത് പ്രോബബിലിറ്റി കണ്ടാൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ ഇൻറ്റു ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ 8 യൂസ് ചെയ്യേണ്ടത്. ദിസ് ഈസ് അവർ N ആൻഡ് ദിസ് ഈസ് അവർ ഇൻറ്റു ചെയ്യേണ്ട സംഭവം. ഓക്കെ, നൗ എക്സ് ആൻഡ് എഫ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. എക്സും എഫും തന്നത്. ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസ് അല്ല. സ്റ്റാറ്റിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഡിസ്ക്രീറ്റ് സീരീസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടിട്ട് നമ്മൾ ഇതിൽ എങ്ങനെയാണ് ബൈനോമിയൽ ചെയ്യാൻ നമുക്കൊരു ഐഡിയ ഇല്ല. ഇല്ലല്ലോ, ഇല്ല. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ക്വസ്റ്റ്യൻ എടുത്തേക്ക് തീർന്ന്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത മനസ്സിലായിക്കോ. ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ആസ് യൂഷ്വൽ നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന ആ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, N C X. അതിന് ചെയ്യണമെങ്കിൽ പി ക്യൂ വേണം. N ഈസ് ഗിവൺ 5, P1. അപ്പോൾ എക്സിൻ്റെ റേഞ്ചും അറിയാം. N 5 ആണെങ്കിൽ എക്സിൻ്റെ റേഞ്ച് 0 1 2 3 4 5. അതും നമുക്ക് പ്രശ്നമില്ല. ബട്ട് പിയും നമുക്കറിയണം, ക്യൂവും നമുക്കറിയണം. ഇത് രണ്ടും ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്കറിയില്ല. അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലടോ. സിഗ്മ എഫ് എക്സ് ബൈ N ആണ്, അല്ലെങ്കിൽ സിഗ്മ എഫിൻ്റെ കോളത്തിൻ്റെ ടോട്ടൽ. അപ്പോൾ ആദ്യം നിങ്ങൾ എക്സിനെ എഫിനെ ഇങ്ങനെ മാറ്റി എഴുതുക. ദെൻ സിഗ്മ ആരുടെ കൂടെ, എഫ് എക്സിൻ്റെ കൂടെ. അപ്പോൾ എഫ് എക്സിന് ഒരു കോളം വെക്കുക, F × X ചെയ്യുക, സിഗ്മ എഫ് എക്സ് ചെയ്യുക. അപ്പോൾ സിഗ്മ എഫ് എക്സ് 174 കിട്ടും. ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇത് ഇക്വേഷൻ ആണ്, കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാറ്റിയിൽ പഠിച്ച ഇക്വേഷൻ. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ ടോട്ടൽ, ദാറ്റ് ഈസ് 80. 2.175 കിട്ടും മീൻ. ഇനി നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനിൻ്റെ ഇക്വേഷൻ എന്താ, NP എന്നാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 2.175. മീൻ എന്ന് പറഞ്ഞാൽ എത്രയാ, 2 ഈസ് ഈക്വൽ ടു N എത്രയാ 5. പി അറിയില്ല. ഇതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു, പി ഇവിടെ വെക്കുക. 5 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ 5. സോ പി ഈസ് ഈക്വൽ ടു 0.435. 0.435. ഓക്കെ, പിയും ക്യൂവും എപ്പോഴും 1ൻ്റെ കുറവായിരിക്കും. ക്യൂവോ 1 minus P, that is 1 minus 0.435, that is equal to 0.565. എന്തൊക്കെ കിട്ടി, പിയും കിട്ടി, ക്യൂവും കിട്ടി. പിയും കിട്ടി 0.435, ക്യൂവും കിട്ടി 0.565. ഇനി നമുക്ക് ഇക്വേഷൻ ചെയ്തൂടെ. ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യുക, ആദ്യം നമ്മൾ എക്സിന് ഒരു കോളം വെക്കണം. എക്സിൻ്റെ കോളത്തിൽ 5 വരെ വേണം. അടുത്തത് പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. 5CX P 0.435 raised to X 0.565 raised to 5 minus X. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ എക്സിൻ്റെ അടുത്ത് ആദ്യം 0 കൊടുക്കുക, എല്ലാ എക്സിൻ്റെ അടുത്തും. പിന്നെ എക്സിൻ്റെ അടുത്ത് 1 കൊടുക്കുക, 2 കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി. അടുത്ത കോളത്തിൽ എഴുതുക എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഈ കിട്ടിയിരിക്കുന്ന ആൻസറിന് എന്തിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഈ കിട്ടിയിരിക്കുന്ന ആൻസറിന് 18 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഇത് 2 സ്റ്റെപ്പും കൂടെ അവർ ഒരുമിച്ച് ചെയ്തതാണ്. ഇതും കണ്ട് ഇൻറ്റു 80 ഒരുമിച്ച് ചെയ്ത്. നിങ്ങൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളത്തിൽ പ്രോബബിലിറ്റി ഈക്വേഷൻ ഇട്ട് പ്രോബബിലിറ്റി കാണുക, എന്നിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഇൻറ്റു 80 ഇട്ടിട്ട് ചെയ്യാം. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓവർ. തിയറി പാർട്ടൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. നോക്കുക, ഇനി ഏതെങ്കിലും ആണെങ്കിൽ
നമുക്ക് നോക്കാം. നൗ അടുത്തത് ഞാൻ ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എടുക്കും.